ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പം ഞാൻ ഇന്നിപ്പം ഷോപ്പിലെ കുറച്ച് ഓർഗൻസിയിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസ്, ഞാൻ ഫസ്റ്റ് വേറെ നിൽക്കുന്ന ഓർഗൻസി അല്ല കേട്ടോ, ഇതൊരു ഷിഫോൺ പോലെ വരുന്ന മെറ്റീരിയൽ നല്ല സ്മൂത്താണ്. ഞാൻ ഇതിന്റെ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറച്ച് മെറ്റീരിയൽ കിട്ടിയപ്പം അത് റിപ്പീറ്റ് ഒന്നിട്ടതാണ് വീഡിയോ. സ്ക്വയർ നെക്ക് വെച്ചിട്ട് ഇതേപോലെ ഒരു ബെൽ സ്ലീവ് ഒക്കെ വെച്ച് ചെറിയൊരു പഫൊക്കെ വെച്ചിട്ടുണ്ട്. എൻഡിൽ നമ്മൾ ഇതേപോലെ വേണ്ട നല്ലൊരു സാറ്റിൻ ഫിനിഷിംഗ് എന്ന് പറയാൻ പറ്റില്ല, അതേപോലെ ഒരു ഫിനിഷിംഗ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ്. ഇതുപോലെ യോക്കിലൊക്കെ കൊടുത്തേക്കുന്ന എൻഡ് പോർഷനിൽ ഇതേപോലെ ആ മെറ്റീരിയൽ ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. സെയിം ടോൺ മെറൂൺ കളർ ബോട്ടൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വെയർ ചെയ്യാം. അപ്പം അതൊരു പാറ്റേൺ. പിന്നെ ഓർഗൻസിയിൽ വരുന്ന ഇതുപോലെ, ഇത് പ്യുവർ ആയിട്ടുള്ള ഓർഗൻസിയാണ്. ഇത് കണ്ടോ, ഇതുപോലെ വരുന്ന ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വരുന്ന ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ ഫ്ലവർ വെച്ചിട്ട് ഇത് വി കോളറാണ് വരുന്നത് ഫസ്റ്റ്. പിന്നെ ഇത് പ്രിന്റഡ് ജോർജറ്റാണ്, അത്രയും സ്മൂത്ത് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ജോർജറ്റിലാണ് വരുന്നത്. ഇതും ഒരു ഫ്രോക്ക് മോഡൽ വരുന്ന ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഒരു സെമി ലിനൻ വരുന്നതാണ്. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ചിക്കൻ കാരി വർക്ക് വന്നിട്ട് വിത്ത് ലൈനിങ് ആണ്. യോക്ക് ഇതേപോലെ ഒരു ക്ലോസ് നെക്ക് കൊടുത്തിട്ട് ബാക്കിൽ ഇതുപോലെ ലൂപ്പും ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, പിന്നെ അടുത്തത് വന്നിട്ട് ഓർഗൻസയിൽ ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. ഇതും നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് യോക്ക്. ഇതുപോലെ ഒരു കോളർ നെക്ക് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പിൽ ഡബിൾ ഷെയ്ഡ് താഴോട്ട്. ഇത് വൈറ്റും ബ്ലാക്കും റെഡും ആണ്. പിന്നെ വന്നിട്ടുള്ളത് പ്രീമിയം കോട്ടണിൽ വരുന്ന പറയില്ല, അതുപോലത്തെ കോട്ടണാണിത്. അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും ആണ് കൊടുത്തേക്കുന്നത്. ക്ലോസ് ആയിട്ട് നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഓരോ ഡിസൈൻസ് ഉണ്ടോ. അതിൽ നമ്മൾ നെറ്റിൻ്റെ ഒരു ഓർഗൻസൈഡ് ഒരു സ്കാലപ്പൊക്കെ കൊടുത്തിട്ട് ട്രാൻസ്പെറൻറ്റ് നെക്ക്. പിന്നെ വന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ഉള്ളിലൊരു ഗോൾഡൻ ബൂട്ടാസ് വരുന്ന നല്ല മെറൂൺ കളറിലോട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, സ്ലിറ്റുള്ള പാറ്റേൺ. ഇത് വന്നിട്ട് യോക്ക് ഇതേപോലെ നല്ല ഒരു ഡള്ളായിട്ടുള്ള ഒരു ബോർഡർ, ഒരു ആൻറ്റിക് കളർ കൊടുത്തിട്ട് ഓണിയൻ കളർ, നല്ല സൂപ്പർ കളറാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതും പ്യുവർ ആയിട്ടുള്ള ഓർഗൻസ വരുന്നതാണ്. ബോർഡറും ഇതേപോലെ. അപ്പോൾ ഞാനിതെല്ലാം വേറെ കാണിച്ചിട്ട് ബാക്ക് സൈഡ് ഇതിൻ്റെ പ്യുവർ ഓർഗൻസിയാണ് വരുന്നത്, പ്ലെയിൻ. ഓക്കെ, അപ്പം അടുത്ത പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ ബോർഡർ എല്ലാം നല്ല എന്താ പറയാ, നല്ല ഒത്തിരി ഷൈനിങ് ഉള്ള വെയിറ്റ് ഉള്ള അങ്ങനത്തെ ഒന്നും അല്ല, നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതാണ് കേട്ടോ. ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ജോർജറ്റിന്റെ ദുപ്പട്ട സെറ്റ് ചെയ്താണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നമുക്ക് ഈ കളർ കണ്ടോ, ഇതിന്റെ ഡിസൈൻ ഇങ്ങനെ നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിൽ വരുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. ഇതുപോലെ കണ്ടോ ബൂട്ടാസ് വരുന്നത്. ഓക്കെ, ഇതുപോലെ ഉണ്ടാവും. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഞാൻ പ്ലെയിൻ കളർ ദുപ്പട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നമുക്ക് നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് നെക്ക് കൊടുത്ത് ബാക്കിൽ ലൂപ്പും ബട്ടണൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു പാറ്റേൺ. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. സെയിം ടോൺ തന്നെ ഇതിന്റെ യോക്കിൽ വെച്ചേക്കുന്ന മെറ്റീരിയൽ തന്നെ ദുപ്പട്ടയായിട്ട് വെറുതെ ഒന്ന് റണ്ണിങ് മെറ്റീരിയൽ നിന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും. ചെറിയ ബൂട്ടാസ് വരുന്ന ദുപ്പട്ട കണ്ടോ. എല്ലാവരും ദുപ്പട്ട സെറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക്, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഡോട്ട് വരുന്ന കണ്ടോ, ത്രെഡാണ് കേട്ടോ. ഇതൊരു എംബ്രോയിഡറി വർക്കാണ്. അപ്പം ഇതിൽ നമുക്ക് ദുപ്പട്ട വേണ്ടാന്നാണെങ്കിൽ ഇതേപോലെ സിമ്പിളായിട്ട് ട്രാൻസ്പെറൻറ്റ് നെക്ക് വെച്ചിട്ട് ഇതേപോലെ ഉണ്ട്. നല്ല മെറ്റീരിയലാണ് കേട്ടോ, കോട്ടൺ, പ്രീമിയം കോട്ടൺ ആണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ ആ ലൈറ്റ് കളർ പ്യുവർ ഓർഗൻസിയാണ്, പ്യുവറിൽ വരുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ആ ഒരു ഫ്ലവറിന്റെ കളർ ദുപ്പട്ട സെറ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ദുപ്പട്ട ഇല്ലാണ്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ട് വി കോളർ വെച്ചിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഞാൻ ഇതിനും ആ ഒരു ഫ്ലവർ വരുന്ന ടൈപ്പ്, ഈ ബട്ടൺ വെച്ചേക്കുന്ന ടൈപ്പ് ദുപ്പട്ട സെറ്റ് ചെയ്തതാണ്. ചെറിയ പഫ് വരുന്നുണ്ട്. നല്ല സ്മൂത്ത് ആണ് മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് ഒരു 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.